അതാണ് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആക്കാനുണ്ട്. പക്ഷേ ഞാൻ പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ. അപ്പൊ ഞാൻ ഇതിന്റെ ഇത് ഞാൻ പറഞ്ഞുതരാം, ഇതിന്റെ പാഠം ഞാൻ പറഞ്ഞുതരാം. എന്നോട് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ പറഞ്ഞിട്ടുണ്ട്, കാർണോർ പറഞ്ഞിട്ടുണ്ട്, വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, മൂത്തമ്മ പറഞ്ഞിട്ടുണ്ട്, ഇളയമ്മ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റിയ പണിയല്ല, നിനക്കിത് നടക്കൂല, നീ വല്ല ദുബായിലെങ്ങാനും പോയിട്ട് പണിയെടുത്ത് ഇത് നോക്ക്. അതാണ് എന്നോട് പറഞ്ഞത്. എന്നോട് ഒരാളും തൊപ്പി അടക്കം എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടില്ല. മീൻസ് തൊപ്പി അടക്കാൻ എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഓൻ പറഞ്ഞത് എടാ നീ നോക്ക്, അനക്ക് നിന്റെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം നാളെ ഞാൻ ഇതാക്കിയിട്ട് നിന്റെ വീട്ടുകാരും നീയും ചിലപ്പോൾ എന്നെ കുറ്റം പറയും, അതുകൊണ്ട് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, നീ നോക്ക് അനക്ക് നിന്റെ കാര്യത്തിൽ കൂടുതലൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ കളിയാക്കലും കിട്ടിയിട്ടുണ്ട്, കുറെ ആളടുത്തു നിന്ന് കുറേ കളിയാക്കലും കിട്ടിയിട്ടുണ്ട്, നാട്ടിൽ നിന്നായാലും എല്ലായിടത്തുനിന്നും കുറെ കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്. എന്താ ഇങ്ങനെ വെറുതെ കോമാളി വേഷം കെട്ടി ഇങ്ങനെ ലൈവിൽ നിൽക്കുന്നല്ലാണ്ട് നീ എല്ലാം എന്തൊക്കെ ആവുമോ എന്നുള്ള പോലത്തെ കുറെ ഇതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിലാകെ ഒറ്റ സംഭവമുള്ളൂ, എന്ത് കോമാളി വാട്ടവർ എന്തോ ആയിക്കോട്ടെ, ഞാൻ വിചാരിച്ച ഒരു സംഭവമുണ്ട്. ഞാൻ ഒരു ജോലി ഉപേക്ഷിച്ച് കുവൈത്തിൽ നിന്ന് നാട്ടിൽ വന്നത് ചുമ്മാ വെറുതെ ഇതായിട്ട് പോകാനല്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് എനിക്ക് എത്തണം. അതിന് വേണ്ടി എന്ത് പരിപാടിയാണെങ്കിലും എന്ത് ചെറ്റത്തരം കാണിച്ചിട്ടാണെങ്കിലും എൻ്റെ ഒരു ഡ്രീമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതുണ്ട്, ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഇത്. അപ്പം ഇതിലേക്ക് എനിക്ക് എത്തണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഉണ്ടായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, കോമാളിയോ എന്തോ ആയിക്കോട്ടെ, കളിയാക്കലോ എല്ലാം വന്നോട്ടെ, അതൊന്നും കാര്യമാക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായില്ല. എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് എന്താ പറയുക, നമുക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായാൽ മതി, നമ്മൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എപ്പെങ്കിലും എന്തെങ്കിലും ആവുമെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും, മനസ്സിലായി? ആ തോന്നൽ മതി. നമ്മളൊറ്റ ഒരാൾ, വേറെ ഈ ലോകത്ത് നമ്മളെ കാട്ടി വലിയ ആളോ നമ്മളെ കാട്ടി ഫെയിമുള്ള ആളോ നമ്മളെ കാട്ടി ജീവിതം കണ്ട ആൾ പറയുന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് ഒരു വോയിസ് ഉണ്ടാവും, നമ്മളോട് പറയുന്നത് എടാ നിന്നെ കൊണ്ട് പറ്റും, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ പറ്റൂ എന്നുള്ളൊരു തോന്നലുണ്ടാവും. നമ്മളെ മനസ്സ് നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഇത് നല്ലതാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമെന്നൊരു തോന്നൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാൾ പറയും. അത് ഇടയ്ക്ക് മൈൻഡ് അല്ല, ഹാർട്ടിലൊരു സാധനം ഉണ്ട്, അത് പറയും. മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കും, നടക്കൂല, ഇങ്ങനെ ഓരോ പല കൺഫ്യൂഷൻസ് ഉണ്ട്. ഉള്ളിലൊരു സാധനമുണ്ട്, അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും, മനസ്സിലായോ? അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അങ്ങനെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ മനസ്സ് പറയുന്ന ഒരു കാര്യത്തോട് അത് കേട്ടോണ്ട് മാത്രം ഞാൻ ഇപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഞാൻ എന്താ പറയുക, മറ്റേ ഇതായിന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, വലിയെന്തോ സംഭവമായിരുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എൻ്റെ ഡ്രീം, ഞാൻ സ്വപ്നം കണ്ടൊരു ഡ്രീം ഉണ്ടായിരുന്നു, അതിൽ ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്. അതെനിക്ക് മതി, എനിക്ക് അത്രയും ഉണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനാണ് ഞാൻ വന്നതും.